ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചക്കക്കുരുവിൻ്റെ പാട കൊണ്ട് നമ്മുടെ വല്യമ്മമാരൊക്കെ പണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റം ആയിട്ടാണ് കേട്ടോ. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ചോറിന് മറ്റു കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനൊരു ഐറ്റം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചക്കക്കുരുവിൻ്റെ പാട നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് ഒന്ന് കഴുകി വെള്ളം വറക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഏകദേശം ഒരു പിടിയോളം ചെറിയ ഉള്ളിയാണ്. ഇതുപോലെ മീഡിയം സൈസിലുള്ള ഒരു പിടി ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാനിവിടെ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് നീളത്തിലേക്ക് ഈ കാണുന്ന പോലെ ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കണം. അതിനുശേഷം ചക്കക്കുരുവിൻ്റെ പാട ഇതുപോലെ നീളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധിക സമയം നമ്മളിത് അരിഞ്ഞു വെച്ചിരിക്കാൻ പാടില്ല. നമ്മൾ കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ചക്കക്കുരുവിൻ്റെ പാട അരിഞ്ഞു വെക്കാൻ, കാരണം ഇതിൻ്റെ കളർ അങ്ങോട്ട് ചേഞ്ച് ആയി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തൊന്ന് തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഈ കറിവേപ്പില നന്നായിട്ടൊന്ന് മുരിഞ്ഞ് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഈ ഒരു ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ഒരു ഹാഫ് കുക്കാക്കി എടുക്കണം. അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ആ ഒരു കളർ മാറി വരുന്ന ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ്. ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കുട്ടികൾക്ക് എരിവ് അധികം ഇഷ്ടമല്ലാത്ത കാരണം ഒരെണ്ണം എടുക്കുന്നുള്ളൂ. ഇനി ഏറ്റവും നല്ലത് കാന്താരി മുളക് കിട്ടുമെന്നുണ്ടെങ്കിൽ കാന്താരി മുളക് ഒന്ന് ചതച്ച് ചേർക്കലാണ് കേട്ടോ. അങ്ങനെ മുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം സൈഡെല്ലാം ഒന്ന് മുരിഞ്ഞ് ഇതുപോലെ ഈ ഒരു ഭാഗത്തിനായി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചക്കക്കുരുവിൻ്റെ പാട അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ആ ഒരു ചെറിയ ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് നമ്മുടെ ചക്കക്കുരുവിൻ്റെ പാടയിൽ ചേർന്ന് ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഏകദേശം ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഏകദേശം ഒരു 2-3 തവണയെങ്കിലും നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഏകദേശം ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവിൻ്റെ പാട ഒന്ന് കുക്കായി വന്നതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ആ ഒരു തേങ്ങ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ടൈമിൽ. ആ ഒരു തേങ്ങയും ചെറിയ ഉള്ളിയും ഒക്കെ ചേർന്നൊരു പ്രത്യേക തരം ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിൽ. പിന്നെ നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടി വേണം, കുറച്ച് കുരുമുളക് പൊടി. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 1/4 സ്പൂൺ അടുപ്പിച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു 10-15 സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചക്കപ്പാട കൊണ്ടുണ്ടാക്കിയ ഈ ഒരു മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ചേരുവകളൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മതിയാവും, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ എല്ലാവരും ചക്കയൊക്കെ കിട്ടുമ്പോൾ ചക്കക്കുരുവിൻ്റെ പാട കളയാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.